വയനാട് ജനതയെ സഹായിക്കാൻ വേറിട്ട സഹായ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് ഗ്രന്ഥശാല പ്രവർത്തകർ. ഗ്രന്ഥശാലയിലെ അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളിൽ നിന്ന് ലഭിച്ച മീൻ വിറ്റാണ് വയനാടിനെ രക്ഷിക്കാൻ കൈകോർക്കുന്നത്. കൊല്ലം ആലപ്പാട് വെള്ളനാതുരത്ത് ഫ്രീഡം ലൈബ്രറിയുടെ പ്രവർത്തകരാണ് വ്യത്യസ്ത രീതിയിൽ പണം കണ്ടെത്തിയത്. വായനശാല പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ നടന്ന സഹായ പദ്ധതിക്ക് പിന്തുണയുമായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ള ജനപ്രതിനിധികളും എത്തി. ചരിത്ര നിയോഗം പോലെ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലും ഗ്രന്ഥശാലകളും ദുരന്തം വിതച്ച വയനാടിൽ ഒരു വീടും ഒരു ഗ്രന്ഥശാലയും 10,000 പുസ്തകങ്ങളും ആണ് കൈവിടില്ല കരുനാഗപ്പള്ളി എന്ന ക്യാമ്പയിൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ നാട് വലിയ പിന്തുണയാണ് ഈ പ്രവർത്തനം നൽകുന്നത്. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ കൈവിടില്ല കരുനാഗപ്പള്ളി ക്യാമ്പയിൻ പുരോഗമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ ചലഞ്ചുകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് ഇപ്പോൾ നടക്കുന്ന മീൻ ചലഞ്ച്. കണ്ണൻ നായർ നമ്മുടെ കൂടെയുണ്ട്. കണ്ണൻ, കഴിഞ്ഞ ദിവസവും വയനാടിന് വേണ്ടി കൈകോർക്കുന്ന കുറെ കുട്ടികളുടെ ഒരു സ്കൂളിന്റെ ആകെ ഒരു വാർത്ത ഇതേ തത്സമയ റിപ്പോർട്ടിൽ പറഞ്ഞു. ഇതാ വീണ്ടും കൊല്ലത്ത് നിന്നൊരു വാർത്തയാണ്. എനിക്ക് തോന്നുന്നു ആലപ്പാട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ച് ജീവിതത്തെ ആകെ തച്ചുടയ്ക്കുന്ന ഒരു ദുരന്തം അഭിമുഖീകരിച്ചവരാണ് ആലപ്പാട്ടുള്ള ജനങ്ങളും. അവരാണ് കൈകോർക്കുന്നത് എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? പൂജ, ആലപ്പാട് എന്ന് പറയുന്ന തീരദേശ ഗ്രാമം വലിയ രീതിയിൽ ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ചവരാണ്. സുനാമി എന്ന് പറയുന്ന വലിയ ദുരന്തത്തിൽ ഒട്ടേറെ ജനങ്ങളെ, അവരുടെ ഈ പ്രദേശത്തുകാരുടെ ഉറ്റ ബന്ധുക്കളെയൊക്കെ തന്നെ നഷ്ടമായതാണ്. അതിൻ്റെ ഒരു ദുഃഖം അവർക്ക് എപ്പോഴും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായ സമയത്ത് എങ്ങനെയെങ്കിലും അവിടുത്തെ സഹോദരങ്ങളെ സഹായിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം ഫ്രീഡം എന്ന് പറയുന്ന വെള്ളനാതുരത്തിലുള്ള വായനശാല നടത്തിയത്. ഈ പ്രദേശത്തെ വായനശാലയിലെ അംഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ബോട്ടുള്ളവരും മത്സ്യബന്ധന തൊഴിലാളികളും ആ ബോട്ടിലെ ജീവനക്കാരും ഒക്കെ തന്നെയാണ്. അവർ ഈ ബോട്ടിൽ പോയി ലഭിച്ച മത്സ്യത്തിൻ്റെ ഒരു ഭാഗം നേരെ കരുനാഗപ്പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. കരുനാഗപ്പള്ളി ടൗണിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെ തന്നെ പെട്ടെന്ന് ഒരു കടയിലേക്ക് അവിടെ കൊണ്ടുവന്ന് മീൻ വിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ആ സമയത്ത് അവിടെ കരുനാഗപ്പള്ളി നഗരത്തിൽ കൂടി പോയ ആൾക്കാർക്കൊക്കെ തന്നെ പെട്ടെന്ന് അത്ഭുതമായി, എന്താണ് ഈ സംഭവിക്കുന്നത്? ഇപ്പം ഈ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, വയനാടിന് വേണ്ടിയുള്ള കൈത്താങ്ങാകാമെന്നുള്ള പ്ലക്കാർഡുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാരൊക്കെ വന്ന് ഈ മീൻ വാങ്ങിച്ചുകൊണ്ട്, മത്സ്യം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. വളരെ ഒരു വിഷവും ചേർക്കാത്ത, അല്ലെങ്കിൽ ഒട്ടും പഴക്കം ചെല്ലാത്ത ഒരു മത്സ്യം അവർക്ക് ഈ നാട്ടുകാർക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത്, അങ്ങനെയുള്ള ഒരു വിൽപ്പനയിലൂടെ ഒരു നാടിനെ നമ്മളൊക്കെ കണ്ടതാണ്, നമ്മൾ നേരിട്ടറിഞ്ഞതാണ്. ആ നാട്, നമ്മുടെ നാട് ഇങ്ങനെയാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണല്ലേ. കാരണം ഇപ്പോഴും വയനാട്ടിന് വേണ്ടിയിട്ട് ഓരോ മനുഷ്യരും ഓരോ നാട്ടിൽ നിന്നും അവരെല്ലാവരും കൈകോർക്കുകയാണ്. ആ മനോഹര കാഴ്ച ഇപ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അവരെ രക്ഷിക്കേണ്ടത്, അവർക്ക് കൈത്താങ്ങാകേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. ശരി കണ്ണൻ.